എന്റെ പൊന്നു മീനാക്ഷി, നീ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും എൻഗേജ്മെന്റ് പൂർത്തിയാവേന്നുമില്ല. അതിനു മുമ്പ് ഞാൻ എന്റെ കാമുകിയും കൊണ്ട് ഒളിച്ചോടിയിരിക്കും. നീ ഇനി എന്നോടൊരു അക്ഷരവും മിണ്ടണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കും. ഇടോ, ഇതെന്റെ വാക്കാ. നിന്റെ വാക്കിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്റെ ലവറാണെന്ന് തെളിയിച്ചവനാ നീ. നിന്നെ വിശ്വസിച്ച ഞാനാ തെറ്റുകാരി. മീനാക്ഷി, നിന്റെ പ്രശ്നവും പ്രതിസന്ധിയും കണ്ടപ്പോ നിന്നെ സഹായിക്കാൻ ഞാൻ വന്നു. ഞാനിപ്പോ ട്രാപ്പിലുമായി. നീ ഒരു ട്രാപ്പിലും ആവില്ല. നിന്നെ ഞാൻ ഒരു ട്രാപ്പിലും ആക്കത്തുമില്ല. എനിക്കൊരു ഉപകാരം ചെയ്തു തന്ന നിന്നെ ഞാൻ ഉപദ്രവിക്കൂ? എന്നിട്ട് മറ്റുള്ളവരുടെ മുൻപില് ഞാനും നീയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നീ സ്ഥാപിച്ചെടുക്കുകയാണല്ലോ. മീനാക്ഷി, അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞ ഈ നാടകം. നിന്നെ കല്യാണം കഴിക്കൂന്നുള്ള മട്ടില് ഞാൻ എൻ്റെ വീട്ടുകാരുടെ ശ്രദ്ധ നമ്മളിലോട്ട് തിരിക്കും. കാര്യങ്ങൾ അതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാമുകിയോടൊപ്പം മുങ്ങും. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. എന്നെ കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാ? നിനക്ക് നിന്റെ കാമുകിയായിട്ട് ഒളിച്ചോടിയാ പോരെ? ഇതല്ലേ നിന്നോട് ഞാൻ ആദ്യം മുതലേ പറയുന്നേ. കാമുകിയുമായിട്ട് ഒളിച്ചോടിയാ കുറെ നാളത്തേക്ക് ജീവിക്കണ്ടേ? ഒരു പണി കിട്ടും വരെ. അതിനുള്ള കാശ് എങ്ങനെയെങ്കിലും വീട്ടുകാരെ ഒന്ന് ഒപ്പിക്കണ്ടേ? അതിനാ ഈ കല്യാണ ആലോചന. താലിമാലയ്ക്കും മറ്റുമായി ഒരു നല്ല തുക ഞാൻ ഇവരെ ഇന്ന് വാങ്ങും. മൈഥിലിയും ഞാനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ആ സാവിത്രി ചേച്ചിക്ക് സംശയമുണ്ട്. ഞങ്ങളെ അവർ നോട്ടപ്പുള്ളികളാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണാലോചന. അത് ഇവളോട് പറയാൻ പറ്റുമോ? അല്ല, ആരാ നിന്റെ കാമുകി? അവളെ കുറിച്ച് മാത്രം പറഞ്ഞില്ലല്ലോ. ഏതോ ഒരു മാളവിക എന്ന് മാത്രം നിന്റെ മൊബൈലിൽ ഞാൻ കണ്ടു. അത് കള്ളപ്പേരാ. അവളുടെ പേര് മാളവികയെന്നൊന്നുമല്ല, ജൂലിന്നാ. ജൂലി എന്നോ? ആരോടും പറയരുത്. എൻ്റെ വീട്ടുകാരറിഞ്ഞാലേ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നീ ഒന്ന് എന്നോട് സഹകരിക്കേ. നിനക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. മീനാക്ഷി അല്ലേ? അതെ, ഞാൻ ജ്യോത്സ്യർ ജ്യോതിഷരത്നം ഡോക്ടർ ശർമ്മ. ഓ, രത്നമാണല്ലേ? ഏത് രത്ന? പവിഴോ അതോ ഇന്ദ്രനീലോ? ഡോക്ടർ എന്നും പറഞ്ഞു. എംഡി എടുത്തിരിക്കുന്നത് ഏതിലാ? പീഡിയാട്രീഷ്യനോ, ഓർത്തോയോ അതോ ഗൈനക്കോളജിയോ? കുട്ടി തമാശക്കാരിയാണല്ലേ? വരൂ. മകം പിറന്ന മങ്കയും വിശാഖം പിറന്ന പുരുഷനും. ഗജകേസരി യോഗമല്ല, മഹാമാളവിക യോഗവുമല്ല. ഇതിനു പറയുന്നത് രാജയോഗമെന്നാ. രാജയോഗം. രാജയോഗം. പൊരുത്തം നോക്കൂ ജോത്സരെ. നോക്കാം നോക്കാം. പത്തിൽ 9 പൊരുത്തം. ഒരു കുഴപ്പവുമില്ല. ദൈവം അനുഗ്രഹിച്ച സൗഭാഗ്യം മാത്രമുള്ള ജാതകക്കാരാ. മകം പിറന്ന പെണ്ണിന്റെ കഴുത്തിലെ മാംഗല്യം ചാർത്തുന്ന പുരുഷൻ സർവത്ര ഭാഗ്യവാനാ.
ജാതകവശാലി കല്യാണം നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു കുഴപ്പവുമില്ല, ശുദ്ധ ജാതകങ്ങളല്ലേ. ഈ കല്യാണം കൊണ്ട് അനുഗ്രഹീതമാകാൻ പോകുന്നത് ഇവർ മാത്രമല്ല, ഇരു കുടുംബങ്ങളുമാ. വരന്റെ വീട്ടുകാർക്കാണ് വധുവിന്റെ വീട്ടുകാരേക്കാൾ ഭാഗ്യം. അത് പിന്നെ 100% സത്യമാണല്ലോ. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെയായി ഈ മാലതിയുടെ വീട്ടുകാർക്ക്. രൂപയും സ്വർണവും ചില്ലറ വല്ലതുമാണ് പോകാൻ പോകുന്നത്. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. ദീർഘപൊരുത്തമുള്ളവരായി വളരെ സന്തോഷത്തോടെ ഈ വൈശാഖും മീനാക്ഷിയും ജീവിക്കും, സംശയമില്ല. അതിന് കല്യാണം നടന്നിട്ട് വേണ്ടേ? ഇവിടെ നിന്ന് കിട്ടി ഈ പാഴ് ജോത്സ്യരെ, മലവാഴ. എൻഗേജ്മെന്റിന്റെ സമയം കുറിക്കു ജോത്സരെ, വേഗം. ആ, കുറിക്കാം. വാ വൈശാഖേ, ഇത് വല്ല കുഴപ്പമാവൂ? എന്ത് കുഴപ്പം? ഇത് ശക്തി കൊണ്ടുള്ള കളിയല്ലല്ലോ, ബുദ്ധി കൊണ്ടുള്ള കളിയല്ലേ. റിച്ചായിട്ട് ജീവിക്കാൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന കളി. നിനക്കെന്താ ഇപ്പോഴും ടെൻഷനുണ്ടോ? അതെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെൻഷനുണ്ട്. ദേ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ദേ നോക്ക്, എൻഗേജ്മെന്റ് നടക്കുന്ന ദിവസം അതിരാവിലെ തന്നെ നമ്മൾ ഇവിടം വിട്ടിറങ്ങും. നേരത്തെയൊക്കെ നമ്മൾ ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോൾ ജീവിക്കാൻ നിന്റെ സ്വർണ്ണാഭരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലും എത്തിയാൽ വൈകാതെ ഒരു ജോലിക്ക് കയറണമായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല നമ്മുടെ സ്ഥിതി. കയ്യിൽ കാശും സ്വർണവും അവല് പോലെ വരും. എങ്കിലും കുറെ കഴിഞ്ഞൊരു ജോലി സംഘടിപ്പിക്കേണ്ടി വരും. അത് വരട്ടെ, സമയമുണ്ടല്ലോ. നമുക്ക് ആസ്വദിച്ചൊന്ന് ജീവിക്കണം. ഇത്രയും നാളും പേടിച്ചും വിഷമിച്ചും ജീവിച്ചു. ഇനി ആസ്വദിച്ച് തന്നെ ജീവിക്കണം. കിട്ടുന്ന സ്ത്രീധനവും കൂടാതെ നിന്റെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കാം. പതുക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നമുക്ക് സെറ്റിലാവാം. സമാധാനവും സന്തോഷവും ക്യാഷും ഉണ്ടെങ്കിൽ ഭാവിയിലെ വലിയ സമ്പന്നരാ നമ്മൾ. എന്താ, നീ ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാ. ആ, ഞാൻ വെരി വെരി ഹാപ്പിയാണ്. നീ എന്താ ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? ഒന്നുമില്ല എസിപ്പി. അതെ, ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്.
കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. മന്മഥപ്പണിക്കരും താരകപ്പണിക്കരും കൂടി ഏതാണ്ട് പുതിയ ആലോചനയായിട്ട് വരിക. ഇങ്ങനെ 2 മാരണങ്ങൾ. എന്താന്ന് വെച്ചാ പറയൂ പണിക്കരെ. നിന്റെ ഈ തന്തയും തള്ളയും നല്ല മുതലുകളാണല്ലോടി. ജഗദീഷേട്ടാ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണയുണ്ടെങ്കിൽ പിന്നൊരു തർക്കം വേണ്ടല്ലോ. അതാ ഞങ്ങൾ മാന്യരും വളരെ മര്യാദക്കാരുമാ. അതുകൊണ്ടാ ഇതൊക്കെ നേരത്തെ അങ്ങ് പറയുന്നത്. ആ, റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടാതെ കാര്യം പറയൂ. വിവാഹ നിശ്ചയത്തിന് മുമ്പേ ഞങ്ങൾക്ക് കാശ് കിട്ടണം. ഇതൊക്കെയാണോ മര്യാദ? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാ? ഇങ്ങനൊരു നാണം കെട്ട ഏർപ്പാട്. കാര്യം നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്ക് തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഒരിടത്തും നടക്കാത്ത ഇമാതിരി ഏർപ്പാടും പറഞ്ഞു വന്നാണ്ടല്ലോ. ഇവര് ക്ഷമിച്ചൊന്നും വരും, ഞാൻ ക്ഷമിക്കത്തില്ല. അല്ലേ, കല്യാണത്തിന് മുമ്പ് കാശ് കിട്ടണമെന്നോ? ഇതെന്താ വാണിയംകുളം കാളച്ചന്തയോ? ഇവിടെ നടക്കാൻ പോകുന്നത് പവിത്രവും പരിശുദ്ധവുമായ ഒരു താലികെട്ട. അല്ലാതെ മന്മഥപ്പണിക്കരും താരകപ്പണിക്കരും വിചാരിക്കുന്നത് പോലെ കന്നുകാലി കച്ചവടം അല്ല. നിർത്ത്. നിങ്ങൾക്ക് പണം കിട്ടിയ പോരെ? നിശ്ചയത്തിന് മുമ്പ് ആ പണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1 കോടി. ഒരു വല്ലാത്ത ട്രാപ്പിലാണല്ലോ ദൈവമേ ഞാൻ ചെന്ന് പെട്ടത്. ഏത് നേരത്താണോ ഞാൻ അവനെ സഹായിക്കാന്ന് പറഞ്ഞത്? വല്ലാത്തൊരു കുരുക്കായിപ്പോയി. മീനാക്ഷി, എന്തു പറ്റി നിനക്ക്? എന്തു പറ്റാൻ? എനിക്കൊന്നുമില്ല. അതല്ല, നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം നിനക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ഏയ്, എനിക്കൊരു ടെൻഷനും ഇല്ല. ACPയോട് ഉണ്ടായ സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാലോ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അത് മനസ്സിലാക്കുന്നവനാ ACP. പക്ഷെ പറഞ്ഞ ഒരുത്തിന് കാലുവാരിയല്ലേ, അത് ശരിയല്ല, അത് വേണ്ട. മീനാക്ഷി, നിന്റെ മനസ്സിന് വല്ലാത്ത പിരിമുറുക്കമുണ്ട്. നീ നുണ പറയുക. നിനക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനുണ്ട്. പറയ, എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തുറന്ന് പറയ. ഒന്നുമില്ല ACP. വൈശാഖിന്റെ അച്ഛനമ്മയെ ഓർത്താണോ? അവർക്ക് പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ? ആ മന്മഥനും ഇല്ല, അയാളുടെ ഭാര്യയ്ക്കും ഇല്ല കൾച്ചർ. അവര് സംസ്കാരശൂന്യരാ.
അതിൽ ഒരു സംശയമില്ല. പക്ഷേ നീ നിന്നെ സ്നേഹിക്കുന്നവനെ ഓർത്താ മതി, വൈശാഖിനെ. നോൺസെൻസ്. എന്താ മീനാക്ഷി? ആ അലവലാദികളെ ഓർത്തൊന്നും അല്ല ACP എന്റെ ടെൻഷൻ. പിന്നെ? ഓ, ഇപ്പൊ മനസ്സിലായി. ജയറാമങ്ങളുടെ ഓർത്തായിരിക്കും. നിന്റെ അച്ഛനെ ഓർത്ത്. കല്യാണത്തിന് ജയറാമങ്ങളിനെ ഇവിടെ കൊണ്ടുവരാന്ന് വെച്ചാ അത് നടക്കില്ല. മുത്തശ്ശി അനുവദിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോവാം. അവിടെ വെച്ച് ദക്ഷിണ കൊടുത്ത് രാമേട്ടൻ എന്താ ഈ പനി പിടിച്ച മുനിയെ പോലെ ഇങ്ങനെ ജപിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ജപിച്ചൊന്നും അല്ലടേ, ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നു പോയതാ. ആലോചിച്ചും ഗണിച്ചും കണക്കൂട്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ ജീവിതം അധോഗതിയാവും. പൂന്താനം പാടിയതുപോലെ മാളിക മുകളേറിയ മന്നന്റെ പിടലിക്ക് കോടാലിയും വീഴും. സാവിത്രി, പൂന്താനം നമ്പൂതിരി അങ്ങനല്ലല്ലോ പാടിയത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഈ മാളിക സമ്പത്തും ഒക്കെ എന്റെയും ജഗദീഷിന്റെയോ? ഈ കല്യാണം നടന്നാലേ ഇത് മൊത്തം അവളുടെ കയ്യിലേക്ക് അങ്ങ് പോകും. നമ്മൾ കറിവേപ്പില പോലെ തെങ്ങിൻ ചോട്ടിലും ആവും. ഇത് അവസാനം വരെ വെള്ളം കോരിയിട്ടേ പഠിക്ക കൊണ്ടുചെന്ന് കല ഉടച്ചെന്ന് പറഞ്ഞതുപോലെയാവും. എന്റെ രാമേട്ട, നിങ്ങൾ ഇങ്ങനൊരു പഞ്ചപാവം ആവല്ലേ? എന്റെ സാവിത്രി, എനിക്ക് എന്റെ സ്വഭാവമല്ലാതെ വേറെ ആരുടെയെങ്കിലും സ്വഭാവം കിട്ടൂ? അതെ, അത് ശരിയാ. ഇതെന്റെ തലയെ തന്നെ വെട്ടാനുള്ള വെള്ളടി ആയിരുന്നല്ലോ. സാവിത്രി, ജീവിതത്തിന്റെ മധ്യാഹ്നം കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിക്കരുത്. ആ ഒറാങ്കുട്ടനെ പോലുള്ള വെടക്ക് ചെറുക്കൻ ഇതിനകത്ത് ലക്ക് ലഗാനും ഇല്ലാതെ പരതി നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും മര്യാദകൾ അവൻ ഒപ്പിക്കുമെന്ന്. ആ മാലതി അവന് സപ്പോർട്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക് രാമേട്ട, ഞാൻ സമാധാനത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുന്ന കാര്യം രാമേട്ടനൊന്ന് കേക്ക്. എന്താ നീ പറ? നമ്മള് കൂടും കുടുക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കാര്യം പറയുന്നേ? അതെ, നമുക്ക് ഈ കല്യാണം മുടക്കണം. സാവിത്രി, നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഞാൻ അത്രയ്ക്ക് നാണകെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചോ? ഞാൻ മാധവ മന്ദിരത്തിലെ മാധവൻ നമ്പ്യാരുടെ മകനാ. എന്റെ പെങ്ങന്മാർ രണ്ടുപേരും അഹങ്കാരികളും വിവേകശൂന്യങ്ങളും ആയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനല്ല. സാവിത്രി, നീ അഷ്ടദാരിദ്ര്യം പിടിച്ച അവശയ ഭിക്ഷക്കാരിയൊന്നുമല്ല. ആവശ്യത്തിലേറെ സമ്പത്തുള്ള, എന്നിട്ടും അത്യാഗ്രഹം. അതെ, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ, അല്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. മീനാക്ഷി നിന്റെ ഏട്ടന്റെ മകളാ, എന്റെ അനന്തരവൾ. നീ കാരണം മീനാക്ഷിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം നേരിട്ട ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. പക്ഷെ ഈ കല്യാണം സാവിത്രി മുടക്കും. അത് 3-3.5 തരം തന്നെ.
വൈശാഖിന്റെ അമ്മയ്ക്ക് നിർബന്ധം എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ പണം കൈമാറണമെന്ന്. ആ കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് ആ പണം അവിടെ നിന്ന് മാറ്റണം.